ഇന്ന് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കുതിരാനായിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വരെ കാഷ്യൂനട്ട് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കുക്കറിലോട്ട് ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് സ്ലൈസ് ആക്കിയതും ഒരു കപ്പ് പാലും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ കാഷ്യൂനട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാലായതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കരുത്, പുറത്തേക്കൊക്കെ തിളച്ച് തൂവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ചൂടാറാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം. ഇനി നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇല്ലേ അതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നേരി തീയിലിട്ടിട്ട് അതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയത്ത് നമുക്ക് പാലും ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ പാലൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ മിശ്രിതമൊക്കെ നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചിട്ടെടുക്കണം കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിമിൽ ഓയിലാക്കി വെക്കണം. ഇപ്പോൾ ഓൾറെഡി ക്യാരറ്റ് വെന്തതുകൊണ്ട് നമുക്ക് അധികം ഒന്ന് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുത്താൽ മതിയാകും. ഈ സമയത്ത് മധുരങ്ങൾ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ ഇപ്പോൾ എനിക്ക് കുറച്ച് മധുരത്തിൻ്റെ കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇല്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം ഒരു 5 മിനിറ്റ് ഇത് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പേ കൂടെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ ചൈന ഗ്രാസിൻ്റെ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൈന ഗ്രാസൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണ്ട. അപ്പോൾ നല്ല ചൂടാക്കി എടുക്കല്ലേ നമ്മൾ ഈ പാലിൻ്റെ കൂട്ട്. അപ്പോൾ ഇതിലോട്ട് നല്ലോണം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 മിനിറ്റോളം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ മിശ്രിതം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിക്കണം കേട്ടോ. ഇനി ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു ടേസ്റ്റിനും നല്ലൊരു ഗ്ലേസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് വനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് ട്രേയിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കണേ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് പിസ്താഷ്യോൻ്റെ പീസസ് ചെറുതാക്കിയിട്ട് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ കൂട്ട് ഇതിലോട്ട് കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ചൂടാറുന്ന സമയത്ത് കുറച്ചൊന്ന് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്, കുറച്ചൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇപ്പോൾ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുക.
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ പുഡിങ് സെർവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സൂക്ഷിച്ച് പതുക്കെ എടുക്കട്ടോ, പൊട്ടിപ്പോവാതെ. അപ്പോൾ നമ്മൾ ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ജഹറു, പുഡിങ് ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടമായാ? നല്ല ടേസ്റ്റ് ഉണ്ട്. Please like, share and subscribe to ANZbuds. Bye bye.